പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വീഡിയോ വാൾ എങ്ങനെ നിർമ്മിക്കാമെന്നതാണ്. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വാൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ മനസ്സിലാവുകയുള്ളൂ. രണ്ടാമത്, ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് ഇതിന്റെ തുടർന്നുള്ള ഫോളോ അപ്പ് വീഡിയോസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ നിർമ്മിച്ച് വച്ചിരിക്കുന്നത് P4ന്റെ വീഡിയോ വാളാണ്. P4ന്റെ LED മൊഡ്യൂൾസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും LEDകൾ തമ്മിലുള്ള ഗ്യാപ്പ് 4 mm ആയതുകൊണ്ടാണ് P4ന്റെ വീഡിയോ വാൾ എന്ന് ഇതിനെ പറയാനുള്ള കാരണം. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 5 അടി നീളവും 3 അടി പൊക്കവുമാണ്. അപ്പോൾ 5x3യുടെ P4ന്റെ ഒരു ഔട്ട്ഡോർ വീഡിയോ വാളാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു വീഡിയോ വാള് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പാർട്സുകളും ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അത് പരിചയപ്പെട്ടതിന് ശേഷം ഈ ഫ്രെയിമിനകത്ത് എങ്ങനെ ഇത് ഫിക്സ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നതെന്ന് പറയുന്നത് P4ന്റെ ഒരു മൊഡ്യൂളാണ്. P4ന്റെ ഈ ഒരു മൊഡ്യൂളിൻ്റെ നീളം എന്ന് പറയുന്നത് 320 mm ആണ്, അതായത് 32 cm. പൊക്കം എന്ന് പറയുന്നത് 16 cm ആണ്, 160 mm. അപ്പോൾ ഈ ഒരു നീളത്തിലുള്ള LED-കളുടെ എണ്ണം എന്ന് പറയുന്നത് 80 LED ആണ്. ഈ ഒരു പൊക്കത്തിലുള്ള LED എന്ന് പറയുന്നത് 40 LED ആണ്. അപ്പോൾ 80/40 3200 LED ആണ് ഈ ഒരു പാനലിനകത്തുള്ളത്. അപ്പോൾ ഈ രണ്ട് LED തമ്മിലുള്ള ഗ്യാപ്പ് 4 mm ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ P4ന്റെ മൊഡ്യൂൾ എന്ന് പറയാനുള്ള കാരണം. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഹബ്ബുകൾ കാണാനായിട്ട് പറ്റും, ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും. അതിനകത്ത് ഹബ്ബ് 75 എന്നാണ് ഇതിനെ പറയുക. വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ RGB പാനലുകളുടെ ഹബ്ബിനെയാണ് നമ്മൾ ഹബ്ബ് 75 എന്ന് പറയുന്നത്. അപ്പോൾ ഹബ്ബ് 75-ൽ നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്യുന്നത് ഇവിടെ ഉള്ള പാനലിലുള്ള ആരോ മാർക്ക് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഈ ആരോ മാർക്ക് പാസ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പാനൽ വർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കൺട്രോൾ പാനലിൽ നിന്ന് ഡേറ്റ കൊടുക്കുന്നത് ഈ ഒരു പോർട്ടിൽ നിന്നായിരിക്കും കൊടുക്കുക. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ പവർ കണക്ട് ചെയ്യാനുള്ള പിന്നാണ്. ഇവിടെ നമ്മൾ 5 volt DC ആണ് കൊടുക്കുക. ഇതിന് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള കണക്ടേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്നത്. ഈ ഒരു പാനൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 volt DC 10 ആംപിയർ കറണ്ടിലാണ്. ഒരു പാനലിന് 10 ആംപിയർ കറണ്ടാണ് റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് C16ന്റെ വീഡിയോ വാളിൻ്റെ കൺട്രോളർ. ഇത് HD എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കൺട്രോളറാണ്. ഈ ഒരു കൺട്രോളറിനുള്ള പ്രത്യേകത, ഇതിനകത്ത് 10 ഹബ്ബാണ്, 10 ഹബ്ബാണുള്ളത്. 1 2 3 4 5, അതേസമയം ഇപ്പുറത്തും 5 ഹബ്ബ്. അങ്ങനെ ടോട്ടൽ 10 ഹബ്ബ്, അതായത് 5 അടി പൊക്കം വരെയുള്ള ബോർഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൺട്രോളർ ഉപയോഗിക്കാം. ഇതിന് താഴെയുള്ള കൺട്രോളേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഹബ്ബ് D15 പോലെയുള്ള കൺട്രോളേഴ്സ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഒരു കാർഡ് കണക്ട് ചെയ്ത ശേഷം ഈ കാർഡിന് വേണ്ടുന്ന പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണ് ഈ കാണുന്ന PC എന്ന് പറയുന്ന പോർട്ട്. തൊട്ടപ്പുറത്ത് കാണുന്നത് ഓഡിയോ ഔട്ടാണ്. ഈ ഒരു ബോർഡിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന വീഡിയോസിന്റെ ഓഡിയോ നമുക്കൊരു ആംപ്ലിഫയർ വഴി ശകലം ഉച്ചത്തിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഡിയോ പോർട്ട് ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷമുള്ളത് USB പോർട്ടാണ്. നമുക്ക് ഈ ഒരു USB പോർട്ട് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത വീഡിയോസ് ഇതിനകത്ത് പ്ലഗ് ചെയ്ത് പ്ലേ ചെയ്യാനായിട്ട് കഴിയും. തൊട്ടടുത്തുള്ളത് ആന്റിനയാണ്. ഈ ആന്റിന ഉപയോഗിച്ചിട്ട് നമുക്ക് ബോർഡിന് പുറത്തേക്ക് ആന്റിന വെച്ച് കുറച്ചുകൂടെ റേഞ്ചിൽ നമുക്ക് ഇതിനകത്തേക്ക് വൈഫൈ വഴി ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ട് കഴിയും. പിന്നീട് ഇതിനകത്ത് പെൻഡ്രൈവിൽ നിന്ന് ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ട് കഴിയും. വൈഫൈയിൽ നിന്ന് ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് ഈ ഒരു C16C എന്ന് പറയുന്ന കൺട്രോൾ കാർഡിന്റെ പ്രത്യേകത. അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിസീവിംഗ് കാർഡാണ്. അപ്പോൾ കൺട്രോൾ കാർഡിനെ കൊണ്ട് മാത്രം എൻ്റയർ ഡിസ്പ്ലേയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ കൺട്രോൾ കാർഡിൽ നിന്ന് വരുന്ന ഡേറ്റ ഔട്ട്പുട്ട്, അതായത് ഡിസ്പ്ലേ എന്ന് പറയുന്ന പോർട്ട് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും നമ്മൾ നെറ്റ്വർക്ക് കേബിൾ ഔട്ട് എടുത്ത് കൊടുക്കുക ഈ ഒരു റിസീവിംഗ് കാർഡിലേക്കായിരിക്കും. ഈ റിസീവിംഗ് കാർഡിനകത്തേക്ക് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ റിസീവിംഗ് കാർഡിന് എത്ര മൊഡ്യൂളിനെ
വർക്ക് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്രയും കാര്യങ്ങളുടെ ജോലി ഈ ഒരു റിസീവിംഗ് കാർഡ് നോക്കിക്കോളും. ഈ കാണുന്നതാണ് ഈ ഡിസ്പ്ലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന സ്ലിം ടൈപ്പ് SMS. കനം കുറവുള്ളത് കൊണ്ടാണ് സ്ലിം ടൈപ്പ് എന്ന് തന്നെ പറയാനുള്ള കാരണം. ഇത് 5 വോൾട്ട് 40 ആംപിയറിൻ്റെ SMS ആണ്, 200 വാട്ട്സ്. ഇതിൻ്റെ ഒരു സൈഡിൽ ലൈനും ന്യൂട്രലും കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈന് ന്യൂട്രൽ നൽകാനായിട്ട് കഴിയും. ഇവിടെ 2 ലൈന് 2 ന്യൂട്രൽ നൽകിയിരിക്കുന്നതിൻ്റെ കാരണം ഈ ഒരു SMBSൽ നിന്ന് നമുക്ക് അടുത്തൊരു SMBSലേക്ക് ലൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു SMS ഈ ഒരു ഭാഗത്ത് നമുക്ക് V+ഉം V- കാണാനായിട്ട് കഴിയും. അപ്പോൾ 200 വാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയുന്ന പാനലുകളുടെ എണ്ണം 4 പാനലാണ്. 40 ആംപിയർ ഉള്ളത് കൊണ്ട് 4 പാനലാണ് ഈ ഒരു SMBSനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത്. അടുത്തത് ഇത് ഫാനാണ്. നമ്മുടെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂടിനെ പുറത്തേക്ക് വലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള 230 വോൾട്ട് AC വർക്ക് ചെയ്യുന്ന ഫാൻ. അതിനകത്ത് ഇവിടെ നമുക്ക് 2 പിന്നുകളുണ്ട്. അവിടെ നമുക്ക് സോൾഡർ ചെയ്തിട്ട് 230 വോൾട്ട് AC സപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും. ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അകത്തുള്ള ചൂട് വായു പുറത്തേക്ക് പോകും. അങ്ങനെ ഡിസ്പ്ലേ കുറച്ചുകൂടെ കൂളാവും. നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് റൺ ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് ഡിസ്പ്ലേ നമ്മുടെ പാനലിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂസ് ആണ്. അപ്പോൾ ഇതിന് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളുടെ ഈ പാനലിലേക്ക് നമുക്ക് വെച്ചിട്ട് മുറുക്കാനായിട്ട് പറ്റും. ക്യാബിനറ്റിൽ വെച്ചിട്ട് മുറുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പവറിൻ്റെ കേബിളാണ്. ഇതായിരിക്കും പവറിൻ്റെ കേബിള്. ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു പോർട്ടിലോട്ട് കണക്ട് ചെയ്താൽ മതിയാവും പവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അതർ എൻഡ് പോണത് 5 വോൾട്ട് DCയുടെ SMBSലോട്ടാണ്. ഈ കാണുന്ന റെഡ് ബ്ലാക്ക് വയർ. ഇത് കണക്ഷൻ കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് ഇത് കാണിച്ചു തരാം. ഇതിനകത്ത് മറ്റ് സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും കണക്ട് ചെയ്യാനില്ല, ജസ്റ്റ് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 230 വോൾട്ട് AC സപ്ലൈയിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന SMBSകളിലേക്കും മറ്റും സപ്ലൈ കൊടുക്കാനും പിന്നെ പുറത്തേക്ക് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന 1² mm വയർ നമ്മൾ ഉപയോഗിക്കാനുള്ളത്. അത് ഈ FRC കേബിളാണ്. നീളമുള്ള FRC കേബിളും ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം ഈ കൺട്രോളറിൽ നിന്ന് ഓരോ പോർട്ടിലേക്ക് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നീളമുള്ള FRC കേബിൾ ഉപയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ആവശ്യമുള്ളത് ഈ കാണുന്ന തരത്തിലുള്ള നെറ്റ്വർക്ക് കേബിളാണ്. നെറ്റ്വർക്ക് കേബിൾ ആവശ്യമുള്ളവർക്ക് ക്രിമ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. RJ45ൻ്റെ കേബിള് അത് നമ്മൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിൽ നിന്ന് സെൻഡിങ് കാർഡിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്യാനും സെൻഡിങ് കാർഡിൽ നിന്ന് റിസീവിംഗ് കാർഡിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്യാനും നമുക്ക് നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിക്കും. ഈ കാണുന്നതാണ് ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേ വയ്ക്കുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് അതിനെ പിടിച്ചിട്ട് സ്ക്രൂ ചെയ്യും. അങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ബാക്കിൽ തന്നെ SMBS കാര്യങ്ങളെല്ലാം വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പാനൽസ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോള് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്.